السلام عليكم ورحمة الله وبركاته. الحمد لله الذي علم القرآن خلق الإنسان وصلى الله على نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധികളും വിലക്കുകളും അനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മിമ്പറിൽ നിന്ന് നാം ഇന്ന് ശ്രവിച്ച ഖുതുബ അള്ളാഹുവിൻ്റെ അപാരമായ ഒരു അനുഗ്രഹത്തെക്കുറിച്ചും ആ അനുഗ്രഹത്തെ നാം എങ്ങനെയെല്ലാം വിനിയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുമാണ്. നമ്മുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങൾ കാണുവാൻ സാധിക്കും. ആ അനുഗ്രഹങ്ങൾ ഒന്നും എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. വഇൻ തഉദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സൂഹ. നിങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബ് നമുക്ക് നൽകിയ നിഅമത്തിനെ കുറിച്ച് പറഞ്ഞു, അലം തറു അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നിങ്ങൾ കണ്ടില്ലയോ, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളിലും ഭൂമികളിലും ഉള്ളതിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി നൽകിയിരിക്കുന്നു. വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിന. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ പ്രത്യക്ഷമായതും പരോക്ഷമായതിനെയും നിങ്ങൾക്ക് അള്ളാഹു വിശാലപ്പെടുത്തി നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, സഹോദരങ്ങളെ, റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും അനുഭവിച്ചും ആസ്വദിച്ചുകൊണ്ടുമാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് ഖത്തീബ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. വെള്ളം എന്ന അനുഗ്രഹം. വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളുടെയും ജീവന്റെ നിലനിൽപ്പിന്റെയും അതുപോലെ തന്നെ അതിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന്റെ അടിസ്ഥാനം അത് വെള്ളമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ലാത്ത ഒരു വിഷയമാണ്. ചുരുക്കി പറഞ്ഞാൽ, വെള്ളമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നമുക്കാർക്കും ചിന്തിക്കുവാനേ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, ഈ വെള്ളം എന്ന മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ ജീവനുള്ളവയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനം അത് വെള്ളമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്. നാം ജീവനുള്ളവയുടെ അടിസ്ഥാനമായി കൊണ്ട് വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകി. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ പണ്ഡിതൻ ഇബ്നു കസീർ റഹിമഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു നൽകി, അസ്ലു കുല്ലിൽ അഹ്യാഇ മിൻഹു. എല്ലാ ജീവനുള്ളവയുടെയും സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനം അത് വെള്ളത്തിൽ നിന്നാണ് എന്നാണ് ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെള്ളമില്ലാതെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ ഭക്ഷണമില്ലാതെ കുറെ ദിവസം നമുക്ക് ജീവിക്കുവാൻ സാധിച്ചു എന്ന് വരും. പക്ഷേ വെള്ളമില്ലാത്തൊരവസ്ഥ, വെള്ളമില്ലാത്തൊരു ജീവിതം നമുക്ക് ചിന്തിക്കുവാനേ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കുടിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ളത്തെ കുറിച്ച് ചിന്തിക്കുവാൻ നമ്മോട് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന
വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ അതോ ഞാനാണോ മേഘങ്ങളിൽ നിന്ന് ആ വെള്ളത്തെ നിങ്ങൾക്ക് ഇറക്കി നൽകുന്നത്? ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിച്ച് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ നാം കൈപ്പുള്ളതാക്കുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ, നിങ്ങൾ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നാം ഇന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എന്നുള്ളത് റബ്ബിന്റെ നിഅമത്താണ് എന്നുള്ളത് നാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. നമുക്കൊരു അധ്വാനവും ഇല്ലാതെ, നമുക്കൊരു പ്രയാസവും ഇല്ലാതെ നമുക്ക് വെള്ളം ലഭിക്കുന്നു. ആ വെള്ളം നാം കുടിക്കുന്നു. അതിന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് നന്ദി കാണിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ വെള്ളം എന്ന നിഅമത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ദുർബലതയെ, അവന്റെ അശക്തതയെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. വെള്ളത്തിനെ കുറിച്ച് വലിയ വലിയ പഠനങ്ങളും അതുപോലെ തന്നെ കണ്ടുപിടുത്തങ്ങളും ഒരു പക്ഷേ മനുഷ്യന് നടത്തുവാൻ സാധിച്ചേക്കാം. പക്ഷേ ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നത് ഒന്ന് നിലച്ചിട്ടുണ്ടെങ്കിൽ ആ മഴ ഇറക്കി നൽകുവാൻ അത് പടച്ച റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂടിയാൽ പോലും ആകാശത്ത് നിന്ന് റബ്ബ് നമുക്ക് വർഷിപ്പിച്ചു നൽകുന്ന മഴ മനുഷ്യർക്ക് ഇറക്കുവാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ ഒരു വേള അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് മഴയെ ധാരധാരയായി കൊണ്ട് നമുക്ക് വർഷിപ്പിച്ചു നൽകുകയാണെങ്കിൽ അതിനെ നമുക്ക് പിടിച്ചു വെക്കുവാനും സാധിക്കുകയില്ല. കേരളത്തിലും കർണാടകയിലുമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വർഷങ്ങളിലായി വളരെ വലിയ മഴ നമ്മുടെ നാട്ടിൽ സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എത്രയെത്ര ദുരന്തങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഈ മഴയും വെള്ളവും നമുക്ക് നമ്മുടെ അശക്തതയെയും ദുർബലതയും അറിയിച്ചു നൽകുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് മനുഷ്യരായ നാം ഓരോരുത്തരും ദുർബലരാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ നാം അശക്തരാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. സദാസമയവും റബ്ബിലേക്ക് ആവശ്യമുള്ളവരാണ് നാം, അള്ളാഹുവിലേക്ക് ഫുഖറായിങ്ങളാണ് നാം എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ അടിസ്ഥാനം അത് വെള്ളമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കണം, അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം. ഫല്യൻദുറുൽ ഇൻസാനു ഇലാ തുആമി, മനുഷ്യൻ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ. അന്നാ സ്വബബ്നൽ മാഅ സ്വബ്ബ, ആകാശത്ത് നിന്ന് നാം മഴയെ വർഷിപ്പിക്കുന്നു. സുമ്മ ശഖഖനൽ അർള ശഖ, തുടർന്ന് ഭൂമിയെ പിളർത്തുന്നു. അതിനുശേഷം ഫഅംബത്നാ ഫീഹാ ഹബ്ബ, അല്ലാഹു ധാന്യങ്ങളെ ആ ഒരു ഭൂമിയിൽ മുളപ്പിക്കുന്നു. വഇനബൻ വഖൽബ വസൈതൂനൻ വനഖ്ല, പിന്നീട് മുന്തിരിയും സെയ്ത്തും ഒലിവും അതുപോലെ തന്നെ ഈത്തപ്പഴങ്ങളും പച്ചക്കറികളും ആ വെള്ളം വർഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. സഹോദരങ്ങളെ, വെള്ളമില്ലാത്ത ഒരവസ്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുവാനേ സാധിക്കുകയില്ല എന്നാണ് ഇത്തരത്തിലുള്ള ആയത്തുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, ഹദീസുകൾ നാം പരിശോധിക്കുമ്പോൾ ഈ വെള്ളത്തിന്റെ വിഷയത്തിലായിരിക്കും നാളെ നാം ചോദ്യം ചെയ്യപ്പെടുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഇന്ന മിനൻ നഈമിൽ ലദീന തുസ്അലൂന അൻഹു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അനുഗ്രഹങ്ങളാണ് ളില്ലുൻ ബാരിദുൻ വറുതബുൻ ത്വയ്യിബുൻ വമാഉൻ ബാരിദുൻ, ഒരു നമുക്ക് ലഭിച്ചിരിക്കുന്ന തണലുകൾ, അതുപോലെ തന്നെ സ്വാദിഷ്ടമായ ത്വയ്യിബായിട്ടുള്ള ഭക്ഷണങ്ങളും, അതുപോലെ തന്നെ നാം കുടിച്ചുകൊണ്ടിരിക്കുന്ന തണുത്ത വെള്ളവും. ഈ വെള്ളത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നാളെ ചോദ്യം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകി. സഹോദരങ്ങളെ, വെള്ളത്തിനെ കുറിച്ച് അല്ലാഹു നമ്മോട് ചോദ്യം ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മറുപടി?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെയാണോ വെള്ളത്തിനെ നമുക്ക് വിനിയോഗിക്കുവാൻ സാധിച്ചിട്ടുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതെങ്ങനെ വിനിയോഗിക്കണമെന്നും നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ട് എങ്ങനെ ഉപയോഗിക്കണം, വെള്ളം എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകി. വെള്ളത്തെ സംരക്ഷിക്കണം. വെള്ളത്തെ സംരക്ഷിക്കുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹദീസിൽ കാണാം, വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്നും നിങ്ങൾ ഒരിക്കലും വായിട്ടുകൊണ്ട് നിങ്ങൾ കുടിക്കരുത്. കാരണം എന്താണ്? ഒരുപക്ഷെ നാം വായിട്ട് കുടിക്കുകയാണെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. അവർ ആ വെള്ളത്തെ ഒഴിച്ചു കളയുവാനും അതിനെ ഒഴിവാക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ജഗ്ഗിൽ നിന്നും പാത്രത്തിൽ നിന്നും നിങ്ങൾ വായിട്ട് കുടിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ കാണാം, ജലാശയങ്ങളെ, കെട്ടി നിൽക്കുന്ന വെള്ളത്തെ നിങ്ങൾ മലിനമാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ലാ യബൂലന്ന അഹദുക്കും ഫിൽ മാഇ ദാഇമി അല്ലദീ ലാ യജ്രി. ഒഴുകാത്ത കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ഒരിക്കലും മൂത്രമൊഴിക്കരുത്. കാരണം ആ വെള്ളം മലിനമാകും. അങ്ങനെ നിങ്ങൾ ആ വെള്ളത്തെ നശിപ്പിക്കരുത്, നിങ്ങൾ ആ വെള്ളത്തെ സംരക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, രാത്രി ഉറങ്ങുവാൻ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ നിങ്ങൾ അടച്ചു വെക്കണം. കാരണം ഒരുപക്ഷെ അതിലേക്ക് വല്ല ജീവജാലങ്ങളും വല്ല പ്രാണികളും വന്ന് ആ വെള്ളവും ഭക്ഷണവും അത് പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ സംരക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഇങ്ങനെ തുടങ്ങി വെള്ളത്തിനെയും ഭക്ഷണത്തിനെയും സംരക്ഷിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ധൂർത്ത് കാണിക്കുവാൻ പാടില്ല. ഒരിക്കലും അമിതവ്യയം കാണിക്കുവാൻ, ഇസ്രാഫ് കാണിക്കുവാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആനും ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുലു വശ്റബു വലാ തുസ്രിഫു. നിങ്ങൾ കുടിക്കുക, ഭക്ഷിക്കുക, പക്ഷേ ആ കുടിക്കുന്നതിലും ഭക്ഷിക്കുന്നതിലും നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്. കാരണം ഇന്നഹു കാന ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫ് കാണിക്കുന്നവരെ, ധൂർത്ത് കാണിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. സഹോദരങ്ങളെ, മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു വുളു എടുക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദേ, നീ ഒരിക്കലും വുളു എടുക്കുന്ന സമയത്ത് നീ ഇസ്രാഫ് കാണിക്കരുത്, നീ ധൂർത്ത് കാണിക്കരുത് എന്ന്. ആ സന്ദർഭത്തിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അഫിൽ വുളൂഇ ഇസ്റാഫുൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, വുളു എടുക്കുമ്പോഴും ഇസ്രാഫിനെ, വെള്ളം അമിതമായി കൊണ്ട് ഉപയോഗിക്കുന്നതിനെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം വഇൻ കുൻത ഫീ നഹ്രിൻ ജാരിൻ. ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിലാണെങ്കിലും നിങ്ങൾ വെള്ളത്തെ അമിതമായി കൊണ്ട് ഉപയോഗിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നാം ഒന്ന് പരിശോധിച്ചു നോക്കൂ. കുളിക്കുമ്പോഴും വുളു എടുക്കുമ്പോഴും എത്ര വെള്ളമാണ് നാം ഉപയോഗിക്കുന്നത്. ഇന്ന് ജുമുഅക്ക് പള്ളിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വുളുവിൽ ഇസ്രാഫ് സംഭവിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, കയ്യും മുഖവും കാലും കഴുകുന്ന സമയത്ത് ടാപ്പ് ഓൺ ആയിട്ടുള്ളൊരവസ്ഥയാണ് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാം മുഖം കഴുകുമ്പോൾ വെള്ളം ധാരധാരയായിക്കൊണ്ട്, അമിതമായിക്കൊണ്ട് അത് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കൈ കഴുകുമ്പോഴും വുളു എടുക്കുമ്പോൾ പോലും ശക്തമായ രൂപത്തിലുള്ള ഇസ്രാഫാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വെള്ളത്തിന്റെ വിഷയത്തിൽ റബ്ബ് നമ്മെ നാളെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇസ്രാഫുകൾ, അമിതമായിട്ടുള്ള ഉപയോഗം നമ്മൾ കൃത്യമായി കൊണ്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നത്, ഒരു മനുഷ്യൻക്ക് ശരാശരി ഒരു ദിവസം ഉപയോഗിക്കേണ്ട വെള്ളത്തിന്റെ കണക്ക് 135 ലിറ്റർ വെള്ളമാണ്. പക്ഷേ ഇന്ന് മനുഷ്യർ ഒരു ദിവസം ഉപയോഗിക്കുന്നത് 200 ലിറ്ററിന് മുകളിലാണ് എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും വെള്ളം അമിതമായി കൊണ്ട്
ഉപയോഗിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഖത്തീബ് ഇവിടെ സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, വെള്ളം സ്വതക്ക ചെയ്യുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. ഒരിക്കൽ മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂലെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്ക് വേണ്ടി വല്ല കാര്യങ്ങളും സ്വതക്ക ചെയ്യുവാൻ സാധിക്കുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാം. അയ്യു സ്വതഖതി അഫ്ളൽ, എങ്കിൽ റസൂലെ ഏത് സ്വതക്കയാണ് ഞാൻ എൻ്റെ ഉമ്മക്ക് ചെയ്യേണ്ടത്, ഏതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള സ്വതക്ക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടിയായി കൊണ്ട് പറഞ്ഞു, സഖിയുൽ മാ, മറ്റുള്ളവർക്ക് വെള്ളം നൽകുക, അവരെ വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വതക്ക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് കഴിയുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് വെള്ളം നൽകുവാൻ നമുക്ക് സാധിക്കണം. റോഡരികിലും അതുപോലെ തന്നെ പള്ളികളിലും മറ്റുമായിക്കൊണ്ട് വെള്ളം നമുക്ക് നൽകുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നൽകുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, മൻ ഹഫറ മാഅൻ, ആരെങ്കിലും ഒരു കിണർ കുഴിക്കുകയും ആ കിണറ്റിൽ നിന്ന് വല്ല മനുഷ്യരോ പക്ഷികളോ ജിന്നുകളോ വന്ന് വെള്ളം കുടിക്കുകയാണെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ കുടിച്ചതിനുള്ളതെല്ലാ പ്രതിഫലവും ആ കിണർ കുടിച്ച മനുഷ്യർക്ക് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. പക്ഷേ സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അധ്യാപനങ്ങളൊന്നും ജീവിതത്തിൽ പലപ്പോഴും നിറവേറ്റാറില്ല എന്ന് നാട്ടിലുള്ള ചില ബോർഡുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പല ബോർഡുകളിലും പല കിണറ്റിന്റെ അരികിൽ എഴുതി വെച്ചിട്ടുള്ളത് ഈ ഒരു കിണറ്റിൽ നിന്നും മറ്റാരും വെള്ളം കോരരുത് എന്നുള്ളൊരു അർത്ഥത്തിലാണ്. ഇതൊരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നിട്ടുള്ളതല്ല. കാരണം നാളെ 3 വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല, അവരോട് സംസാരിക്കുകയില്ല, അവരെ സംസ്കരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം, അവരിലേക്ക് നോക്കുകയില്ല, അവരോട് സംസാരിക്കുകയില്ല, സംസ്കരിക്കുകയില്ല. ഏതാണ് ആ 3 വിഭാഗം ആളുകൾ? ഒന്ന്, കള്ളസത്യം ചെയ്തുകൊണ്ട് തന്റെ ചരക്കുകൾ വിൽക്കുന്ന ഒരു മനുഷ്യൻ. രണ്ടാമത്തെ വ്യക്തി, കള്ളസത്യം ചെയ്തൊരു മുസ്ലിമിന്റെ സമ്പാദ്യത്തെ അപഹരിച്ച് തട്ടിയെടുത്തൊരു മനുഷ്യൻ. മൂന്നാമത്തെ വ്യക്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യത്തിലധികം വെള്ളം നൽകിയിട്ടും മറ്റുള്ളവർക്ക് ആ വെള്ളം നൽകാത്ത വ്യക്തിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ ഒരുപക്ഷെ വരൾച്ചയും വെള്ളമില്ലാത്ത ഒരവസ്ഥ സംഭവിക്കാം. നമ്മുടെ വീട്ടിൽ വെള്ളമുണ്ടെങ്കിൽ അയൽവാസിക്ക് കൊടുക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകണം. അല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഗുരുതരമായ പാപം ചെയ്ത വ്യക്തിയായിക്കൊണ്ടായിരിക്കും നാം നിൽക്കുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിന്റെ വിഷയത്തിൽ നാം പരീക്ഷിക്കും. 2 രൂപത്തിൽ പരീക്ഷിക്കും. വെള്ളം ധാരാളമായി കൊണ്ട് നമ്മുടെ ആവശ്യത്തിലും അധികമായി നൽകിക്കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുടിക്കുവാനും കുളിക്കുവാനും നമ്മുടെ എല്ലാ ആവശ്യത്തിനുമുള്ള വെള്ളം നമുക്ക് നൽകിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ അനുഗ്രഹം, വെള്ളം എന്ന അനുഗ്രഹം നമുക്ക് നിലനിൽക്കണമെങ്കിൽ കൃത്യമായി അള്ളാഹുവിനെ നാം ആരാധിക്കണം. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഒരു സമൂഹത്തെക്കുറിച്ച്, ഒരു നാട്ടിലെ ജനവിഭാഗത്തെക്കുറിച്ച് അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അവർക്ക് അള്ളാഹു ആകാശത്ത് നിന്ന് മഴയെ നൽകി, വെള്ളത്തെ സമൃദ്ധമായി കൊണ്ട് അള്ളാഹു നൽകി. പക്ഷേ അള്ളാഹുവിനെ കളവാക്കി അവരുടെ ജീവിതത്തിൽ നിന്നും തഖ്വ നഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ ആയാത്തുകളെ കളവാക്കി. അതുകൊണ്ട് തന്നെ ആ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ അള്ളാഹു പിടിച്ചു വെച്ചു എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ വെള്ളം നമുക്ക് നൈതികമായി ഇനിയും എന്നും നിലനിൽക്കണമെങ്കിൽ റബ്ബിന്റെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ പരീക്ഷണം എങ്ങനെയാണ്? വെള്ളം നൽകാതെ അള്ളാഹു പരീക്ഷിക്കും. ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര രാജ്യങ്ങളിലാണ് സഹോദരങ്ങൾ, വിശിഷ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരൽപ്പം ശുദ്ധമായ കുടിവെള്ളം പോലും ലഭിക്കാത്ത ജനങ്ങളാണ് ഇന്ന് അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നാം അള്ളാഹുവിനോട്
കൃത്യമായി കൊണ്ട് പ്രാർത്ഥിക്കണം. നമുക്ക് നൽകിയിട്ടുള്ള ഈ വെള്ളം അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അതിന് നന്ദി കാണിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. രണ്ടാമത്തെ ഖുതുബയിൽ ഖതീബ് സൂചിപ്പിച്ച വിഷയം ഏത് സന്ദർഭങ്ങളിലും അള്ളാഹുവിലേക്ക് മടങ്ങുവാനാണ്. ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളുണ്ടെങ്കിൽ, ജീവിതത്തിൽ വല്ല ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ടെങ്കിൽ, ഏത് സന്ദർഭങ്ങളിലും നമ്മുടെ അഭയം നാം മടങ്ങേണ്ടത് അത് റബ്ബിലേക്കാണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദുനിയാവിൽ ഭൗതികമായ ഒരു സാഹചര്യത്തിൽ നമ്മോടൊരു മനുഷ്യൻ പറയുകയാണ്, നിനക്ക് എന്തു പ്രശ്നമുണ്ടെങ്കിലും ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം സമാധാനം ഉണ്ടാകും, എത്രമാത്രം ആശ്വാസം ഉണ്ടാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ഒപ്പമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഒരിക്കൽ രണ്ട് സ്വഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നു. എന്നിട്ട് റസൂലിനോട് ചോദിച്ചു, അറബ്ബുന ബഈദുൻ ഫനുനാദി അറബ്ബുന ഖരീബുൻ ഫനുനാജി. അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളുടെ റബ്ബ് സമീപസ്ഥനാണോ, അടുത്തുള്ളവനാണോ എങ്കിൽ ഞങ്ങൾക്ക് റബ്ബിനോട് ചില കാര്യങ്ങൾ സ്വകാര്യമായി കൊണ്ട് പറയാനുണ്ട്. റബ്ബുന ബഈദുൻ ഫനുനാദി, ഞങ്ങളുടെ റബ്ബ് വിദൂരത്ത് ദൂരെയുള്ളവനാണോ എങ്കിൽ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞങ്ങളുടെ തൊണ്ട പൊട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് പറയാനുണ്ട് എന്ന്. ഈ സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഇറക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആനി. പ്രവാചകരെ, എന്നെ കുറിച്ചെങ്ങാനും എന്റെ അടിമ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ താങ്കൾ പറയുക, അന്നി ഖരീബുൻ, ഞാൻ അവരിലേക്ക് ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദആനി, എന്നോട് പ്രാർത്ഥിക്കുന്നവൻക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് പ്രവാചകരെ താങ്കൾ എന്നെ കുറിച്ച് ചോദിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ, സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും നമ്മുടെ അഭയസ്ഥാനം നാം പ്രാർത്ഥിക്കേണ്ടത് അത് റബ്ബിനോടാകണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.